അപ്പോൾ പോർച്ചുഗൽ ഇൻ ടു റൗണ്ട് ഓഫ് 16 അങ്ങനെ ഇന്ന് നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യയെ ഭയങ്കര നാടകീയമായ മത്സരങ്ങളായിരുന്നു. ഒരുപാട് ഇൻസിഡൻസ്, പെനാൽറ്റീസ്, അതുപോലെ ഓഫ് സൈഡ് ഗോൾസ്. 3 ഓഫ് സൈഡ് ഗോൾസ് ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു. പോർച്ചുഗൽ മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയെ തകർത്തുകൊണ്ട് റൗണ്ട് ഓഫ് 16 എത്തിയിട്ടുണ്ട്. അവിടെ ഇനി സ്പെയിനാണ് പോർച്ചുഗലിനെ കാത്തിരിക്കുന്നത്. തീപ്പാർന്ന പോരാട്ടമായിരിക്കും നെക്സ്റ്റ് മത്സരം. റൗണ്ട് ഓഫ് 16 പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മത്സരം അത്യുഗ്രൻ മത്സരമായിരിക്കുന്നതിൽ ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ നേഷൻസ് ലീഗ് ഫൈനലിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയതായിരുന്നു. അന്ന് പോർച്ചുഗലായിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ മത്സരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നോക്കൌട്ട് ഗോൾ നേടി. അദ്ദേഹത്തിന് വേൾഡ് കപ്പിൽ ആദ്യ നോക്കൌട്ട് ഗോൾ ഒരു പെനാൽറ്റിയിലൂടെ അദ്ദേഹം നേടിയിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് സൂപ്പർ സബ്ബായി വന്ന ഗോൺസാലോ റാമോസ് അദ്ദേഹമാണ് വിജയ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എടുത്തു പറയേണ്ട 2 താരങ്ങൾ ഇവർ 2 പേരല്ല. എടുത്തു പറയേണ്ട കാര്യങ്ങൾ റാഫേൽ ലിയാവോ, ഡിയേഗോ കോസ്റ്റ. ഈ 2 പേരും. റാഫേൽ ലിയാവോ കൊടുത്ത ക്രോസുകൾ, അദ്ദേഹം കളിച്ച ഒരുപാട് അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് 1, 2 ഷോട്ടുകൾ വരെ വന്നിട്ടുണ്ടായിരുന്നു. കിടിലൻ ഷോട്ടുകളായിരുന്നു. അതുപോലെ അദ്ദേഹം കൊടുത്ത ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന പാസുകൾ അത്യുഗ്രൻ പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രോസിൽ നിന്നാണ് അവരുടെ വിജയ ഗോൾ വന്നത്. പിന്നെ ഡിയേഗോ കോസ്റ്റ ഒരുപാട് സേവുകൾ അദ്ദേഹം നടത്തി. ഡിയേഗോ കോസ്റ്റ ഈ ഫോമിൽ പോർച്ചുഗൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് ഒരുപാട് മുന്നോട്ട് ഇനിയും പോകുന്നുള്ളൂ. യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മത്സരത്തെക്കുറിച്ച് പറയാനായിട്ട്. മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യക്ക്, അതായത് ക്രൊയേഷ്യക്ക് വീണ്ടും ഭാഗ്യമില്ല. ഒരു വേൾഡ് കപ്പിലും കൂടെ അവര് നോക്കൌട്ടിൽ പുറത്താവുകയാണ്. അപ്പോൾ ഇനി അടുത്ത വേൾഡ് കപ്പിൽ മോഡ്രിച്ച് ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്. അദ്ദേഹത്തിന് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഫെയർവെൽ കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മോഡ്രിച്ചിന്റെ അവസാന വേൾഡ് കപ്പ് അങ്ങനെ പോർച്ചുഗലിന് മുന്നിൽ അവസാനിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായി നമ്മളെ പേജ് ഫോളോ ചെയ്യുക. ബൈ.